ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗർഭകാലത്തെ ഭക്ഷണക്രമത്തെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി. അപ്പോൾ തന്മയിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗർഭകാല ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം. അത് ഗർഭകാലത്തെന്നല്ല, ഏത് കാലത്തും ഭക്ഷണം ഒരു മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലും ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഭക്ഷണത്തിന് നമ്മൾ കൊടുക്കുന്ന മൂല്യത്തേക്കാൾ ഒരുപാട് അപ്പുറം ഭക്ഷണത്തിന് വാല്യൂ ഉണ്ട് ശരിക്കും മനുഷ്യ ജീവിതത്തിൽ. അപ്പോൾ ജനീൻ റോത്ത് എന്ന് പറഞ്ഞ് ഫുഡിനെ പറ്റി, ഡയറ്റിനെ പറ്റി, ഒരു സ്പിരിച്വൽ കണക്ഷനെ പറ്റിയൊക്കെ ബുക്ക് എഴുതിയ ഒരു പ്രശസ്തയായ ഒരു റൈറ്ററാണ്. അപ്പോൾ അവർ വുമൺ ഫുഡ് ആൻഡ് ഗോഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഭക്ഷണത്തെ എങ്ങനെയാണോ കാണുന്നത് അതിൻ്റെ എല്ലാ തലങ്ങളെയും ഭേദിച്ചുകൊണ്ട് കുറേ കൺസെപ്റ്റുകൾ അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ ബുക്കാണ്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, നമ്മുടെ വിശ്വാസങ്ങൾ എത്ര ശക്തമായിക്കോട്ടെ, നമ്മൾ ഏത് ഏരിയയിൽ എത്രമാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കഴിവുള്ള മനുഷ്യനായിക്കോട്ടെ, ജീവിതത്തിൻ്റെ ഏതൊക്കെ തലത്തിൽ നമുക്ക് ശോഭിക്കാൻ കഴിഞ്ഞാലും ഹൗ യു ഈറ്റ് ടെൽസ് ഓൾ. നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാളൊക്കെ അപ്പുറം ആ വ്യക്തിയെക്കുറിച്ച് എടുക്കുന്ന ഒരു കാര്യം എന്നാണ്, ആ വ്യക്തിയെ കാണിക്കുന്ന ഒരു മാർഗം എന്നാണ്. അതായത് ഭക്ഷണം ആണ് ഏറ്റവും ബേസിക് ഒരു സംഭവം മനുഷ്യനെ സംബന്ധിച്ച്. എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, എന്ത് ഭക്ഷണം കഴിക്കുന്നു, ഏത് മാനസികാവസ്ഥയോടെ ഭക്ഷണം കഴിക്കുന്നു, ആ ഫുഡിന് ജീവിതത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാ മനുഷ്യന്റെ പ്രശസ്തിയും ഏത് ക്വാളിറ്റിയും നിലനിൽക്കുള്ളൂ എന്നാണ്. അപ്പോൾ അത്രയൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ പ്രഗ്നൻസിയിൽ നമുക്കറിയാം ഭക്ഷണം നമ്മൾ പറഞ്ഞു, പ്രഗ്നൻസിയിലെ മാനസികാവസ്ഥ, ഭക്ഷണമൊക്കെ കുഞ്ഞിന് വരുത്തുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ വട്ടം. അപ്പോൾ ഭക്ഷണത്തിന് ഒരുപാട് ഏറ്റവും ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, ഭക്ഷണത്തെ സ്വാധീനിക്കുന്ന ഒരു 7 കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും. ഒന്ന്, നമ്മൾ ഏത് നമ്മുടെ ജനറ്റിക് ഹെറിറ്റേജ് അനുസരിച്ച് ഭക്ഷണം നമ്മുടെ ശരീരം ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് മാറ്റം വരും. 2, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ്, നമ്മൾ ഏത് മാനസികാവസ്ഥയോടെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണത്തിന് മുന്നിലിരിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. 2, എക്സസൈസ്, നമ്മൾ എത്രമാത്രം ഫിറ്റാണ്, നമ്മുടെ ഓരോ ശരീരകോശങ്ങളും ഒരു എത്രമാത്രം ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നനുസരിച്ച് ഭക്ഷണം എങ്ങനെ ശരീരം ഉപയോഗിക്കുന്നു എന്നുള്ളതിന് മാറ്റം വരും. അപ്പോൾ ഒരു എക്സസൈസ് ഉള്ള ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാലും എക്സസൈസ് തീരെ ഇല്ലാത്തൊരു വ്യക്തി ഭക്ഷണം കഴിച്ചാൽ 2 തരത്തിലാണ് ശരീരം അതിനെ ഉപയോഗിക്കുക. അപ്പോൾ ഒരു മോഡറേറ്റ് എക്സസൈസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്, എക്സസൈസ് ഒരു പ്രധാനമാണ് ഫുഡിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. 2, എൻവയോൺമെന്റ്, നമ്മൾ ഒന്ന് സീസണൽ ചേഞ്ചസ്, നമ്മൾ ഏത് പുറമേയുള്ള ഒരു അന്തരീക്ഷം ഏത് തരത്തിലാണ്, നമ്മുടെ സീസൺസ് ഏത് തരത്തിലാണ് മാറ്റപ്പെടുന്നത്, അതിനനുസരിച്ചും നമ്മൾ ഭക്ഷണത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. 5ാമത്തത് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏത് സമയത്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് പ്രഗ്നൻസിയിലും ഇമ്പോർട്ടൻ്റ് ആണത്. 6ാമത്തെ കാര്യം, നമ്മൾ എന്ത് മൈക്രോ ന്യൂട്രിയൻസ് നമുക്കറിയാലോ, അത് ഏത് അളവിൽ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് നമ്മൾ അവിടെ ഇവിടെയും കേട്ടതും പ്രഗ്നൻസിയിൽ ഇന്ന ഭക്ഷണം ക്വാളിറ്റി ഫുഡിനെ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ഈ തലത്തിലേക്കൊക്കെ ഭക്ഷണത്തിന് ഒരു സ്വാധീനം, ആ തലത്തിലൊക്കെ നമ്മൾ ഭക്ഷണത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ ക്വാളിറ്റി നിലനിർത്താൻ പറ്റുള്ളൂ. എന്തൊക്കെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടണം എന്നുള്ളത് പ്രധാനമാണ്. നമുക്ക് അത് എല്ലാവരും കേട്ടും എടുത്ത കാര്യങ്ങളായിരിക്കും. പഴങ്ങൾ കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം, നട്ട്സ് കഴിക്കണം. ഇപ്പോൾ പ്രഗ്നൻസിയിൽ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റ് ഫുഡ് കൂടുതലാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ. ഒരു 10-50 വർഷം കൊണ്ട് നമ്മുടെ ഭക്ഷണ രീതി ഒരുപാട് ചേഞ്ച് ചെയ്തു അല്ലേ. നമുക്കറിയാം, ഇത്രയും 100 മില്യൺ വർഷങ്ങളായിട്ട് ഇവിടെ മനുഷ്യകുലം വന്നതിന് ശേഷം തന്നെ ഇത്രയും സ്പീഡിൽ ഭക്ഷണത്തിൽ ചേഞ്ച് വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നാണ്. നമ്മുടെ കൃഷി നമ്മുടെ ഹോമോസാപ്പിയൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ കൃഷി മനുഷ്യരിലേക്ക് വന്നിട്ട് തന്നെ 10,000 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് വേട്ടയാടിയും കിട്ടുന്ന ഭക്ഷണം കിട്ടുന്ന സമയത്ത് ധാരാളം കഴിച്ചും അല്ലാത്ത സമയം പട്ടിണി കിടന്നും കായ്കനികളും കിഴങ്ങ് വർഗ്ഗങ്ങളും കാട്ടിലുള്ള വളരെ വൈൽഡായ
ആയിട്ടുള്ള ഫുഡ് കഴിച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും കൃഷി വന്നതിന് ശേഷം ഒരു 10,000 കൊല്ലത്തിന് ശേഷം കൂടുതൽ ധാന്യങ്ങൾ ഉൾപ്പെടാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ജനറ്റിക് ആയിട്ട് ആ ഒരു ഭക്ഷണത്തിന് വന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. എന്നാലും നമ്മുടെ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ ഫുഡിനെ നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കഴിഞ്ഞ 50 വർഷമായിട്ട് ഇതിനെയൊക്കെ തട്ടിമറിച്ചുകൊണ്ട് ഒരുപാട് ചേഞ്ചസും ഒരുപാട് ഭക്ഷണത്തിന്റെ കാര്യങ്ങളും മാറി വരുന്ന അത്രയും വലിയൊരു മാറ്റം ചെറിയ പീരീഡിൽ ഉൾക്കൊള്ളാൻ മാത്രം സജ്ജമല്ല നമ്മുടെ ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണത്തിൽ മാറ്റം വന്നതിനനുസരിച്ച് നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ ആരോഗ്യത്തിലൊക്കെ അത്രമാത്രം വ്യത്യാസം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഒരു വ്യക്തി പ്രഗ്നൻ്റ് ആയി എന്ന് വിചാരിച്ച് നമ്മൾ അത്രയും കാലം കഴിച്ച് ശീലിച്ച് വന്ന ഒരു ഭക്ഷണത്തിൽ നിന്ന് അടിമുടി ചേഞ്ച് ഒന്നും നമുക്ക് സാധ്യമല്ല. പക്ഷേ ആ ഭക്ഷണത്തിലുള്ള ശ്രദ്ധ കുറച്ചുകൂടെ കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ തവിടുള്ള കുത്തരി ഉപയോഗിച്ചുള്ള ചോറ് കഴിക്കാൻ നോക്കുക. ഹോൾ ഗ്രെയിൻസ്, അതായത് ധാരാളം പൊടിച്ച ഭക്ഷണത്തെക്കാളും റിഫൈൻഡ് ആയിട്ട് പൗഡർ ആക്കിയ ഭക്ഷണത്തെക്കാളും കുറച്ചുകൂടെ മുഴുവൻ ധാന്യത്തോടെ വെക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് ഗോതമ്പ് പൊടിക്ക് ചപ്പാത്തിക്ക് പകരം നുറുക്കു ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമായിരിക്കാം നല്ലത്. അരിപ്പൊടി കൊണ്ട് പത്തിരി ഉണ്ടാക്കുന്നതിന് പകരം കുറച്ചുകൂടെ വളരെ റിഫൈൻഡ് ആയിട്ട് വറക്കുന്നതിനേക്കാളും നല്ലത് ദോശ പോലെ അരയ്ക്കുന്നതായിരിക്കാം, ചോറ് കഴിക്കുന്നതായിരിക്കാം. അങ്ങനെ എത്രത്തോളം മുഴുവനായിട്ട് ധാന്യം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ആ കാർബോഹൈഡ്രേറ്റിന്റെ ക്വാളിറ്റി കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തവിട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പെട്ടെന്ന് ഷുഗർ കൂടുന്നവരിലൊക്കെ തവിട് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ പൊതുവേ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഒരു പകുതി അളവ്, നമ്മൾ എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു അതിന്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം കാർബോഹൈഡ്രേറ്റിന്റെ അളവ് മതി. ബാക്കി നമ്മൾ പ്രോട്ടീൻ, ഇലക്കറികളും മറ്റു വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് അത് മിക്സ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കണം എപ്പോഴും. അപ്പോൾ പച്ചക്കറികൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം പലതരം ആന്റി ഓക്സിഡൻസും പലതരം എൻസൈംസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ മൈക്രോ ന്യൂട്രിയൻസ് കുഞ്ഞിന്റെ ബ്രെയിൻ വളർച്ചയ്ക്കാണെങ്കിലും ഒരു ബ്ലഡ് സർക്കുലേഷനെ സ്വാധീനിക്കുന്നത് കൊണ്ട് പച്ചക്കറികൾ വളരെ കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികളും ഉൾപ്പെടുത്തണം. നമ്മൾ ഏതൊക്കെ സപ്ലിമെന്റ്സ് കഴിച്ചാലും അത് ശരീരം അത് അബ്സോർബ് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് ആ ഒരു കമ്പൈൻഡ് ആയിട്ട് ന്യൂട്രിയൻസ് കയറുമ്പോഴാണ് ശരീരത്തിന് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അയൺ ഗുളിക എല്ലാവരും കഴിച്ചു എന്ന് വിചാരിച്ച് എല്ലാവർക്കും അയൺ കൂടണമെന്നില്ല. കാൽസ്യം ഗുളിക കഴിച്ചാലും അത് ഓരോ ശരീരവും അത് അബ്സോർബ് ചെയ്യുന്ന അളവിൽ വ്യത്യാസമുണ്ട്. വളരെ വേസ്റ്റ് ആയിട്ടൊട്ടും അബ്സോർബ് ചെയ്യാതെ കാൽസ്യം വേസ്റ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഭക്ഷണത്തിൽ വേണം അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ. പഴങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ ആയുർവേദ ബുക്സിലൊക്കെ പറയുന്നത് പ്രഗ്നൻസിയിൽ കഴിക്കേണ്ട പ്രത്യേക പഴങ്ങളെ പറ്റി തന്നെ ഒരു ചാപ്റ്ററൊക്കെ ഓരോ ചാപ്റ്ററിലും പറയുന്നുണ്ട്. ചിങ്ങൻ പഴം, നമ്മുടെ നാട്ടിൽ പണ്ട് നിലനിന്നിരുന്ന കുറേ നാടൻ വെറൈറ്റി പഴങ്ങളുണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനമാണ് ചിങ്ങൻ പഴം. അപ്പോൾ അതൊക്കെ പ്രഗ്നൻസിയിൽ കഴിക്കുന്നത് പ്രഗ്നൻസി ഈസിയാക്കാനും കുഞ്ഞിൻ്റെ ഒരു മാനസിക ബ്രെയിൻ ഡെവലപ്മെന്റിനെ പോലും സ്വാധീനിക്കാൻ ഈ പഴങ്ങളിലുള്ള പലതരം എൻസൈമുകൾക്കും ന്യൂട്രിയൻസിനും പറ്റുമെന്നാണ്. പിന്നെ അതുപോലെ നമ്മൾ നട്ട്സ് കഴിക്കണം, അല്ലേ? എല്ലാ നട്ട്സൊക്കെ ഒരുപാട് കഴിക്കേണ്ട അളവില്ല, ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു എല്ലാ ദിവസവും നട്ട്സ് വളരെ കുറച്ച രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതും ആ ഒരു ഒമേഗ-3 ഫാറ്റി ആസിഡ് നട്ട്സിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് പച്ചക്കറികളിൽ നിന്നും ഗ്രെയിൻസിൽ നിന്നും കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ പലതരത്തിലുള്ള നട്ട്സ് ഇന്നുണ്ട്. പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, അതൊക്കെ നമുക്ക് പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അളവ് കുറവായിരിക്കണം എന്ന് മാത്രം. മറ്റു ഫുഡിന്റെ ടോപ്പ് ഒക്കെ ആയിട്ടൊക്കെ അത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ഡയറി പ്രൊഡക്ട്സ് ആണ്. അതായത് പാല്, മോര്, നെയ്യ്, വെണ്ണ പോലത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ അതും ഒരു ഹെൽത്തി, നെയ്യ് എന്നൊക്കെ പറയുന്നത് ഒരു ഹെൽത്തി ഫാറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 5 മാസമൊക്കെ കഴിഞ്ഞാൽ നെയ്യൊക്കെ കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതാണ് ഭക്ഷണത്തിന്റെ ക്വാളിറ്റി മൊത്തം ചേഞ്ച് ചെയ്യും. ഫാറ്റും പ്രോട്ടീനും എത്രമാത്രം കാർബോഹൈഡ്രേറ്റിനോട് ചേരുന്നു എന്നുള്ളതാണ് ഭക്ഷണത്തിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ പാല് കഴിക്കുമ്പോഴാണെങ്കിലും ഇപ്പം കൂടുതൽ അലർജിക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പാല് കുറച്ചു നേരം തിളപ്പിക്കുക, ഒരു 10 മിനിറ്റോളം തിളപ്പിക്കുക. കുറച്ച് വെളുത്തുള്ളിയോ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പാല് കഴിക്കാൻ ശ്രമിക്കുക. പാല് തീരെ കഴിക്കാൻ പറ്റാത്തവർ മോര്, ഡെയിലി ഭക്ഷണത്തിൽ മോര് ഉൾപ്പെടുത്തുക. മോര് കാച്ചിയിട്ട് മറ്റോ ഉപയോഗിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ 5 മാസം കഴിഞ്ഞാൽ ഒരു സ്പൂൺ നെയ്യ്, ഒരു 5 ml നെയ്യ് ഏതെങ്കിലും സമയത്ത് ഭക്ഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. കുഞ്ഞിന്റെ ബ്രെയിൻ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ പല കാര്യങ്ങളും നമുക്ക് നെയ്യിൽ നിന്നൊക്കെ കിട്ടാനുണ്ട്. അതുപോലെ സീസണൽ ഫ്രൂട്ട്സ് ആയ ചക്ക, മാങ്ങ കാര്യങ്ങളെല്ലാം കഴിക്കുന്നതൊക്കെ നമ്മുടെ ആന്റി ഓക്സിഡൻസ് ഇത് ശരീരത്തിൽ കൂട്ടുകയും പലതരത്തിലുള്ള
തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ശരീരത്തിൽ നിന്ന് കുറയ്ക്കാനും സാധിക്കും. ഈ പലതരത്തിൽ വരുന്ന ടിഷ്യൂവിന് വരുന്ന ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആണ് പലപ്പോഴും പ്രീ ടൈം ലേബർ, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ബേസിക് കാരണം നമ്മുടെ ഫുഡിൽ നിന്നും വരുന്ന ഇത്തരം പ്രശ്നങ്ങളാണ്. അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് ഫുഡ് ശ്രദ്ധിച്ചാൽ തന്നെ പറ്റും. അതുപോലെ ഓവർ സ്പൈസി ഫുഡുകൾ ഒഴിവാക്കുക. എരിവ്, പുളി പോലെ കൂടുതൽ സ്പൈസി ആയതും മധുരം, ഡയറക്റ്റ് ഷുഗർ ചേരുന്ന ബേക്കറി ഡയറക്റ്റ് ഷുഗർ പരമാവധി ഒഴിവാക്കുക. അത് നിങ്ങളുടെ ഷുഗർ നോർമൽ ആണോ അല്ലയോ എന്നൊന്നും അതിന് പ്രശ്നമേ അല്ല. ഷുഗർ പരമാവധി കുറച്ച് ഉപയോഗിക്കുക, സ്പൈസസ് കുറച്ച് ഉപയോഗിക്കുക, വളരെ ഹെൽത്തി ആയിട്ടുള്ള സാത്വികമായിട്ടുള്ള ഫുഡ് കഴിക്കുക. സാത്വിക് ഫുഡ് 3 തരത്തിലുള്ള ഫുഡ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ അത് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ആ മാനസികാവസ്ഥ വളരെ സന്തോഷത്തോടെ നമ്മുടെ ശരീരത്തിനെ പോഷിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു ദൗത്യവും ഉള്ള ഒരു സംഭവമാണ് നമ്മൾ കഴിക്കുന്നതെന്നുള്ള ആ ഒരു ഫീലിങ്ങോടെ, ആ ഒരു മൈൻഡ്ഫുൾനെസ്സോടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്ന ഭക്ഷണങ്ങൾ നമുക്ക് മൈൻഡ്ഫുള്ളി എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തെയും കുഞ്ഞിൻ്റെ ശരീരത്തെയും ഫ്ലറിഷ് ചെയ്യാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത്രത്തോളം കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്കാരം. ഗർഭകാലത്തെ ഭക്ഷണക്രമത്തെക്കുറിച്ചാണ് തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.